എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 29 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസ് കിരീടം നേടുന്ന ഇറ്റാലിയൻ യുവതാരം ആരാണ്? യാനിക് സിന്നർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ചോദിച്ചാൽ ഇറ്റാലിയൻ എന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്താണ്, യാനിക് സിന്നർ ഇറ്റലിക്കാരനാണ്. അപ്പം സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു ഇതോടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം തന്നെ പഠിച്ചു നോക്കുക. ഓക്കെ, അതാണ് ഞാൻ ഈ ചോദ്യം എടുത്ത് തന്നെ പറഞ്ഞത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇറ്റാലിയൻ യുവതാരമാരാണെന്ന് തന്നെ ഞാൻ ചോദിച്ചത്. ആരാണ്? യാനിക് സിന്നർ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഈസ്റ്റ് ബംഗാൾ ആണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം. ചോദ്യം എന്താണ്? 2024 ജനുവരി മുതൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് വേണ്ടിയിട്ട് ലൈസൻസ് നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കയറി വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. ഓക്കെ, നമ്മുടെ നാലാമത്തെ ചോദ്യം, ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്തമായി നടപ്പാക്കുന്ന ആദ്യ സൈനിക അഭ്യാസം ഏതാണ്? ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്തമായി നടപ്പാക്കുന്ന ആദ്യ സൈനിക അഭ്യാസം സദാ തൻസീഖ്. സദാ തൻസീഖ് ആണ് ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന ആദ്യ സൈനിക അഭ്യാസം. ഇതും സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ചോദിക്കാം. സദാ തൻസീഖ് എന്ന് പറയുന്നത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ സംയുക്തമായി നടപ്പാക്കുന്ന സൈനിക അഭ്യാസമാണെന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് തരത്തിൽ വരും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ഓൺലൈൻ ഡേറ്റാബേസ് ആയ നാംബിയോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. ഓൺലൈൻ ഡേറ്റാബേസ് ആയ നാംബിയോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് അബുദാബി. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത്. 2024 ജനുവരിയിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാലാണ്. ഇനീഷ്യലി ശ്രദ്ധിക്കണം, കെ രാജഗോപാൽ. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ മലയാളി. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ മലയാളി കെ ഉണ്ണീരിയാണ്. ആരാണ്? കെ ഉണ്ണീരി. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ദേശീയ പത്രദിനം എന്നാണ്? ദേശീയ പത്രദിനം എന്നാണ്? ജനുവരി 29. ഓക്കെ, നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ചിലിക എന്ന പേരിൽ ബേർഡ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2024 ജനുവരിയിൽ ചിലിക എന്ന പേരിൽ ബേർഡ് ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. നമ്മുടെ കലിംഗ സൂപ്പർ കപ്പ് നടന്നതും ഒഡീഷയിലാണ്. ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. നമ്മുടെ LDC ക്ലാസ്സുകൾ നമ്മുടെ റൂട്ടഡ് ആപ്പിൽ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്